ാണ് ചേച്ചിന്റെയും ജയറാമേട്ടനെയും കെമിസ്ട്രി. അതാ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ സസ്പെൻസ് ത്രില്ലറും കൂടിയാണ്. അതായത് ഫസ്റ്റ് മുതൽ എൻഡ് വരെ നമുക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന കുറെ കണ്ടന്റ്സ് ഉണ്ട്. അതാണ് ഏറ്റവും ഒരു മൂവിക്ക് വേണ്ടുന്ന എല്ലാവിധ കണ്ടന്റ്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പടമാണോ എന്ന് അതൊക്കെ ഇതിനകത്ത് റെഫറൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. അത് പക്ഷെ കോമഡി ആക്കിയിട്ടുണ്ട്, അത് നല്ല കോമഡി ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാരും നല്ല കൈയടിയും കൊടുത്തിട്ടുണ്ട്. അടിപൊളി, അവരുടെ കെമിസ്ട്രി അടിപൊളിയാണ് കേട്ടോ. നല്ല കോമഡി നല്ല കോമഡി നമുക്ക് എന്താ പറയാ, പണ്ടത്തെ അവരുടെ ശിശിനെ കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു അവരുടെ കോംബോ. സിനിമ കോമഡി കണ്ടോ? അടിപൊളി കോമഡി കണ്ടായിരുന്നു. ബ്രോ സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട് ബ്രോ? സിനിമ എല്ലാവരും മുങ്ങാണ്. ബ്രോ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ബ്രോ? ബ്രോ എങ്ങനെയുണ്ടോ? എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കോമഡി ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് സിനിമ? എവിടെ ഉർവശി കോമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ സിനിമ എങ്ങനെ ചില സിനിമ എങ്ങനെ കുഴപ്പമില്ല? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ജയറാമിന്റെ പടം പൊളിച്ച്, ഒരു കുടുംബ ചിത്രം. അവരുടെ കോമ്പോ കുറെ കാലത്തിന് ശേഷം നല്ല ഡയലോഗും ജയറാമിന്റെ ഇതും തിരിച്ചാരും നോക്കത്തില്ല. ശരിയുണ്ട്. എങ്ങനെയായിരുന്നു സിനിമ? നല്ല അടിപൊളി. ജയറാമായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഫസ്റ്റ് വാച്ചാണ്. ഫാമിലി മൂവി ഫാമിലി മൂവി അടിപൊളി അടിപൊളി. കോമഡി ഉണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് സിനിമ? അതല്ല, ഒരു തമാശ മാത്രമേ ഉള്ളൂ. ഒരു ഇടിന്ന് അങ്ങനതില്ല. ചെറുതായി കഥ നന്നായി മുമ്പോട്ട് പോകുന്നതാണ്. സസ്പെൻസ് ഒക്കെ ഉണ്ടോ? ത്രില്ലർ ആണോ? എങ്ങനെയാണ്? ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച് മലയാളിയെ വിസ്മയിച്ച നടീനടന്മാരാണ് അവർ രണ്ടുപേരും. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നല്ല ഒരു തിയേറ്റർ അനുഭവമാണ് നമ്മൾക്കൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു തമിഴ് ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, അത് നമ്മുടെ തമാശയുടെ രൂപത്തിൽ കോമഡിക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അണിയിച്ചു വരികയിരിക്കുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സാൻഡി മാസ്റ്റർ ആയാലും നമ്മുടെ മിഷ്കിൻ സാറായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവര് മക്കളായിട്ട് അഭിനയിച്ച രണ്ട് നടിമാരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ലൊരു ചിത്രം തന്നെയാണ്. അവരുടെ കോമ്പോ തന്നെ അടിപൊളി. അറിയാലോ, ഉർവശി ജയറാം കോമ്പോ അത് അടിപൊളിയായിട്ടുണ്ട്. ഉർവശി കയറി കലക്കിട്ടുണ്ട്. ഉർവശിയാണ് പടം മുഴുവൻ ലീഡ് ചെയ്യുന്നത്. അടിപൊളി, നല്ലൊരു കോമഡി, ഡാർക്ക് കോമഡി. അറിയാലോ, പടം മോഹിനിയാട്ടം ടൈപ്പൊക്കെ പോലെ, മോഹിനിയാട്ടം കോലമാവല് കോവിലൊക്കെ പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനം വരെ നമുക്ക് ചിരിക്കാനും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. മിഷ്കിൻ നല്ല റോളാണ്. മറ്റേ ഡയറക്ടർ മിഷ്കിൻ നല്ല റോള്. അവസാനം മിഷ്കിനാണ് ലീഡ് റോള് കൈകാര്യം ചെയ്തത്. കുഴപ്പമില്ല, നല്ലൊരു പടം. നല്ലൊരു ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു സിനിമ. ഫാമിലി മൂവിയാണ്. നല്ല തിരിച്ച് കാണാൻ പറ്റിയ മോഹിനിയാട്ടം ടൈപ്പ് ഒരു പടം കേട്ടോ. ദൃശ്യ മോഡലാണോ പടം? ദൃശ്യ മോഡലല്ല, ഇതൊരു തമാശ. അതിനകത്തൊരു കോമഡികളൊക്കെ ഉള്ളത് അങ്ങനെ ഇരിക്കും. നമ്മുടെ മോഹിനിയാട്ടൊക്കെ പോലെ. മോഹിനിയാട്ടം ഡാർക്കാണല്ലോ പടം, അതുപോലെ അതിനകത്ത് കോമഡികൾ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലീഡിങ് റോള് ഉർവശി അടിപൊളി.